നമസ്കാരം. വെള്ളിത്തിരയുടെ വെള്ളിത്തേരിലേറി അഭ്രപാളിയിലേക്ക് ആഘോഷമായി എത്തുന്നവർ അവരാണ് മലയാള സിനിമയിലെ താരങ്ങൾ. അവർ കലയെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മലയാളിക്ക് എന്നും നക്ഷത്ര താരങ്ങളാണ്. തമിഴിൻ്റെ അത്ര ആരാധന മലയാളിക്കില്ലെങ്കിലും ചലച്ചിത്ര താരങ്ങളെ ബഹുമാനത്തോടെ മാത്രമേ മലയാളി കണ്ടിട്ടുള്ളൂ. എന്നാൽ അത് നായക സങ്കല്പത്തിലും ആൺകോയ്മയിലും മാത്രമായി ഒതുങ്ങുന്നുവെന്നത് മറ്റൊരു സത്യം. 10 കൊല്ലം പിടിച്ചു നിൽക്കാൻ നായികമാർ കഷ്ടപ്പെടും. എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടാലും നായക ആധിപത്യം മാറില്ല. ഇതെല്ലാം മലയാള സിനിമയിൽ കാലങ്ങളായി കാണുന്ന സത്യം. ഇന്ന് കഥ വീണ്ടും മാറി. കൊള്ളക്കാരും കൊട്ടേഷൻ ടീമുകളും മലയാള സിനിമയിൽ നിറസാന്നിധ്യമായി. വിലക്കുകളും വിപ്പുകളും നിറഞ്ഞ കളിക്കളമായി സിനിമ മാറി. കലാമൂല്യം മാറി, വാണിജ്യം നിറഞ്ഞു. ഒന്നിലേറെ കൂട്ടായ്മകൾ പിറന്നു. പക്ഷേ ഒത്തൊരുമ ഇല്ലാതായി. രാജ്യം പത്മപുരസ്കാരം നൽകി ആരാധിക്കുന്ന കഥകളി ആചാര്യനെ കണ്ടാൽ മലയാളിക്ക് അറിയില്ല. എന്നാൽ വെള്ളിത്തിരയിൽ ഗോഷ്ഠി കാണിക്കുന്ന പല വൈകൃതങ്ങളെയും നമ്മൾ നെഞ്ചേറ്റി. മൂല്യങ്ങൾ മറന്ന പാത്രസൃഷ്ടികളെ പിന്തുടരുന്ന തലമുറകൾക്ക് എന്ത് സംഭവിച്ചാലും തങ്ങൾക്ക് ഒന്നുമില്ലെന്ന ചിന്താഗതി വളർന്നു. ഒടുവിൽ സിനിമാ താരങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി സിനിമയിലെ മാഫിയ വളർന്നു. മലയാള സിനിമയിലെ ഇന്നത്തെ ദുഷ്പ്രവണതകൾക്ക് ഒരു മാറ്റം സൃഷ്ടിക്കാൻ ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ സഹായകരമാകുമോ എന്നതാണ് ഞങ്ങൾക്കും പറയാനുണ്ട് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത്. അതിഥികളായി എത്തിയിരിക്കുന്നത് സജി നന്ദിയാട്ട്, ചലച്ചിത്ര നിർമ്മാതാവ്, കോട്ടയം സ്റ്റുഡിയോയിൽ നിന്ന്. ചലച്ചിത്ര സീരിയൽ താരം എം പാർവതി, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ റോയ് മാത്യു, പ്രവീൺ പരമേശ്വരൻ, ചലച്ചിത്ര പ്രവർത്തകൻ അഖിൽ കോട്ടത്തല. ഏതെങ്കിലും ഒരു കേസ്, ആ കേസിൽ ഉൾപ്പെടുന്ന ഒരു ചർച്ചയിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് കോടതി നിശ്ചയിക്കേണ്ടതാണ്. മാധ്യമപ്രവർത്തകരോ ചർച്ചകളോ അല്ല ജഡ്ജിമാരാകേണ്ടത് എന്നുള്ളതുകൊണ്ട് ആരുടെയും ശരി തെറ്റുകൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. മറിച്ച് ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ അങ്ങ് എങ്ങനെ കാണുന്നു? ഇനിയും മലയാള സിനിമ ഇതൊരു വഴിത്തിരിവായി ഏറ്റെടുക്കുമോ? തീർച്ചയായും മലയാള സിനിമയിൽ വഴിത്തിരിവാകണം ഈ സംഭവം. ഇനി ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ അത് മാറ്റാനുള്ള ഒരു സന്ദേശമായി ഈ സംഭവം മാറും. എല്ലാവരും പേടിച്ചിരിക്കുക. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പേടിയുണ്ട്. അതുപോലെ എനിക്ക് ആദ്യം ഈ ചർച്ചയിൽ പറയാനുള്ളത്, ചലച്ചിത്ര താരങ്ങളുടെ റെഡ്യൂറേഷൻ ഭയങ്കര കൂടുതലാണ്. അത് കുറയ്ക്കാൻ ഇത് ഒരു ഇടയാകണം ഈ സംഭവം. കാരണം അതുകൊണ്ടാണ് സാമ്പത്തികം വളരെയധികം കൂടുമ്പോഴാണ് മറ്റ് പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിർമ്മാതാക്കളെല്ലാം ഇവിടെ പാവപ്പെട്ടവരായിക്കൊണ്ടിരിക്കുക. പാവപ്പെട്ടവൻ പിന്നെയും പാവപ്പെട്ടവനാകുക, പണക്കാരൻ പിന്നെയും പണക്കാരനാകുക. നിർമ്മാതാക്കളാരും കാശുകാരല്ല, വിതരണക്കാർ വലിയ കാശുകാരല്ല. മറിച്ച് ഇവിടെ ഇന്നലെ ഒന്നുമില്ലാതെ വന്ന ആർട്ടിസ്റ്റുകൾ വലിയ നിലയിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ നിർമ്മാതാക്കൾ കൊടുക്കുന്ന പണമാണ്. പടം പൊട്ടിയാലും വിജയിച്ചാലും നിർമ്മാതാവ് കൊടുക്കുന്ന പണത്തിന് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മുടെ പ്രമുഖ ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ മനസ്സാക്ഷിയോടുകൂടി അവരുടെ റെന്യൂമറേഷൻ കുറച്ചാൽ തന്നെ മലയാള സിനിമയിലെ പല പ്രശ്നങ്ങളും മാറും. പണമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. ഒരാളുടെ പടം വരുമ്പോൾ മറ്റേ ആളെ വെച്ച് കൂകുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതിവിടെ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദിലീപ് പ്രതിയാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു സംഭവം മലയാള സിനിമയുടെ കരിയറിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായി ഈ സംഭവം മാറും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. മലയാള സിനിമയിൽ ഒരു ശുദ്ധീകരണ കലശത്തിന് സമയമായി എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു, ആഗ്രഹിക്കുകയും ചെയ്യുന്നു. താരങ്ങളുടെ പ്രതിഫല തുക കുറഞ്ഞാൽ, ഫാൻസ് അസോസിയേഷൻ ഇല്ലാതായാൽ മാറുന്ന പ്രതിസന്ധി മാത്രമാണോ മലയാള സിനിമയിൽ ഉള്ളത്? എല്ലാ മാറ്റത്തിൻ്റെ അടിസ്ഥാനം ജനങ്ങൾ കാണുന്നതാണ്. ജനങ്ങളുടെ താല്പര്യമാണ് ഏറ്റവും പ്രധാനം. ഇവിടെ നല്ല സിനിമകൾ, മൂല്യമുള്ള സിനിമകൾ ഉണ്ടാകാതിരിക്കുന്നില്ല. നല്ല സിനിമകൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് എത്ര പ്രേക്ഷകരെത്തി, അതിനെ കമേഴ്ഷ്യലി ലോസ് ആവുന്നു എന്ന് പറയുന്ന, ഇപ്പോൾ ഗപ്പി എന്ന് പറയുന്ന സിനിമ, അതിനകത്ത് ഒരു ആധിപത്യവും ഇല്ല ആരുടെയും. നല്ലൊരു സിനിമയായിരുന്നു, പക്ഷെ അത് കൂടിയില്ല. അപ്പോൾ അത് ഈ പറയുന്ന നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ താരങ്ങളുടെ പ്രതിഫലത്തിൻ്റെ കാര്യം, പ്രമുഖ താരങ്ങൾക്കാണ് പ്രതിഫലം, അല്ലാതെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ പേർക്കും പ്രതിഫലമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ യോജിക്കില്ല. സിനിമ അടിമുടി ഈ വിഷയത്തോടു കൂടി മാറി നാളെ മുതൽ എല്ലാം ശരിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ മാറ്റം ഉണ്ടാവാതെ ഇരിക്കില്ല. ഇപ്പം തന്നെ ഒരു നല്ല ട്രെൻഡിലാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ കാണുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളുമൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണോ അതോ മലയാള സിനിമയിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്ന പ്രശ്നങ്ങളാണോ? കാരണം സമൂഹ മാധ്യമങ്ങളിൽ അഖിൽ ഉൾപ്പെടെയുള്ള പലരും ഇതിനെ വിമർശിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും രണ്ട് മീഡിയമാണ് സിനിമയും മാധ്യമവും. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ 7 വാർത്താ ചാനലുകൾ വന്നതിന് ശേഷം വാർത്തകൾക്ക് വലിയൊരു പ്രവാഹം ഉണ്ടാകുന്നു, തുടർച്ചയായി വരുന്നു. സിനിമ വലിയൊരു ഘടകവുമാണ്. അതിൽ താരങ്ങൾ അതിലേറെയാണ്. അവർക്ക് കുട്ടി പിറന്നാൽ അത് വാർത്തയാകും, അവർ കല്യാണം കഴിച്ചാൽ വാർത്തയാകും, അവർ വിവാഹമോചനം നടത്തിയാൽ വാർത്തയാകും,
അവരെന്തെങ്കിലും അവയവം ദാനം ചെയ്താൽ വാർത്തയാവും, വീട് വെച്ചാൽ വാർത്തയാകും, അവരെ പോലീസ് പിടിച്ചാൽ വാർത്തയാകും. ഇതെല്ലാം വാർത്തയാകുന്നത് ആ താരസങ്കല്പത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഇത്തരം രീതിയിൽ ഒരു വിമർശനം, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു വിമർശനം, മുമ്പ് മലയാള സിനിമയായിരുന്നു സമൂഹത്തിലെ പല വിമർശനങ്ങളും ഏറ്റെടുത്തിരുന്നത്. സന്ദേശം സിനിമ ഉദാഹരണം. കാരണം രാഷ്ട്രീയത്തിലെ ഓരോ നേരറിവുകളും ചികഞ്ഞു പോയിക്കൊണ്ടിരുന്നതാണ്. നമ്മളിപ്പോഴും പല ക്ലിപ്പിങ്ങുകളും എടുക്കുന്നത് സിനിമയിൽ നിന്നാണ്. കാരണം പലരും നമ്മൾ പറയാൻ ആഗ്രഹിച്ച പലതും സിനിമയിലൂടെ പറഞ്ഞിരുന്നു. എന്നാൽ സിനിമയിലുള്ള പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞാൽ അത് സിനിമയ്ക്ക് തിരിച്ചടിയാകുവാണോ, അതോ സിനിമ എന്ന ആ അഭ്രപാളിയെ കൂടുതൽ ശുഭ്രമാക്കുകയാണോ ചെയ്യുക? അല്ല, ഇത് ഈ കാലഘട്ടം ഇന്ന് തുടങ്ങിയതല്ലല്ലോ സിനിമയും, ഇന്ത്യൻ സിനിമയും മലയാള സിനിമയും ഒന്നും തന്നെ. എനിക്ക് ഒരു പക്ഷേ നമ്മളിപ്പോൾ ഈ അധോലോക മാഫിയെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ പോലും ഇന്ത്യൻ സിനിമയുടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ബോളിവുഡ് സിനിമയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ അടുത്ത കാലത്ത് വരെ മലയാള സിനിമയിൽ ഇല്ലായിരുന്നു. ഇപ്പം തന്നെ മലയാള സിനിമയിലെ നമ്മുടെ പഴയ എഴുത്തുകാരെടുത്തു നോക്കാം. MD വാസുദേവൻ സാർ, എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന ഭാവനാസങ്കല്പങ്ങളിൽ ഇത്രയും അധികം ഭാവനാ സൃഷ്ടിയുള്ളൊരു മനുഷ്യൻ ഇന്ന് ലോകത്ത് കാണില്ല MDയെ പോലെ. അതുപോലെ തന്നെ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും സൃഷ്ടാവം ചെയ്യപ്പെട്ട കഥാപാത്രങ്ങൾ മെനയാൻ ലോഹിതദാസ് സാറിനെ പോലെ മറ്റാരും കാണില്ല. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ കാര്യം ഇന്നും പണ്ട് വായിച്ച ഒരു അനുഭവത്തിൽ ഞാൻ ഓർക്കുന്നു. മൃഗയ സിനിമയിൽ 4 ദിവസം ഷൂട്ട് കഴിഞ്ഞു. അപ്പം മമ്മൂട്ടിയെ അദ്ദേഹത്തിൻ്റെ ആ സുന്ദരനായ രൂപത്തിൽ ഷൂട്ട് ചെയ്ത് നിർത്തിയേക്കാണ് 4ാമത്തെ ദിവസം. അപ്പോൾ അവിടേക്ക് ലോഹിതദാസ് കടന്നു വരുന്നു. അദ്ദേഹം പറയുന്നു, ഇത് ആരായി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വാറുണ്ണിയാണെന്ന് പറഞ്ഞപ്പോൾ, ഇതാണോ വാറുണ്ണി എന്ന് ചോദിച്ചു. ഇത് മമ്മൂക്കയല്ലേ നിൽക്കുന്നതെന്ന് ചോദിച്ചു. എൻ്റെ വാറുണ്ണി ഇതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം, ഇനി ഞാൻ തിരക്കഥയുടെ ബാക്കി ഭാഗം തരില്ല, ഇത് സിനിമ ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് ലോഹിതദാസ് പറയുകയും പ്രൊഡ്യൂസർ അവസാനം ഇത് ഇങ്ങനെ ചെയ്താൽ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുന്നു. പ്രേക്ഷകന് മമ്മൂട്ടി സുന്ദരനല്ലേ. അപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, എൻ്റെ വാറുണ്ണി സുന്ദരനല്ല. അങ്ങനെ മമ്മൂക്ക അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ലോഹി പറയൂ എങ്ങനെയാണ് നിൻ്റെ വാറുണ്ണി ഇരിക്കുന്നു പറയുമ്പോൾ ആ കാഴ്ചക്കാരിൽ നിന്നും ഏകദേശം വാറുണ്ണിയോട് സാമ്യമുള്ള ഒരാളെ അദ്ദേഹം ചൂണ്ടിക്കാണുകയും പിന്നീട് എന്നെ അതുപോലെ മേക്കപ്പെടൂ എന്ന് നായകൻ എന്ന ആ കാലഘട്ടത്തിൽ പറയുകയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ കഥാപാത്രങ്ങളും എങ്ങനെ നടക്കണം, എങ്ങനെ പെരുമാറണം എന്നെല്ലാം ചിന്തിക്കുന്നത് നടന്മാരൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ സംവിധായകൻ്റെയും എഴുത്തുകാരൻ്റെയൊക്കെ റോൾ ഇല്ലാതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ മലയാളി പ്രേക്ഷകൻ്റെ മനസ്സുമാണ്. കാരണം ഞാൻ പേരറിയാത്തവർ എന്ന സിനിമ ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിൽ സഹസംവിധാനമായിട്ട് വർക്ക് ചെയ്തതാണ്. ആ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂരിനെ പോലെ ഒരു മിമിക്രി കലാകാരനാണ് ദേശീയ അവാർഡ് ലഭിക്കുന്നത്. ദേശീയ അവാർഡ് മേടിച്ച് ആ സിനിമ കാണാൻ വേണ്ടി PVR ചെന്നിരിക്കുമ്പോൾ ഞങ്ങൾ സിനിമാ യൂണിറ്റുള്ളവരും ഒരു 3 പേരും അധികമുണ്ട്. അപ്പോൾ ഇതാണ് മലയാളിയുടെ കാഴ്ചപ്പാട്. ആരും സുരാജ് വെഞ്ഞാറമൂരിനെ സ്വീകരിക്കാൻ എയർപോർട്ടുകളിൽ തടിച്ചുകൂടുകയൊന്നും ചെയ്തില്ല. പക്ഷേ ഇന്ന് നമ്മൾ നോക്കൂ, ദിലീപിനെതിരെ, ദിലീപെന്നല്ല എനിക്ക് തോന്നുന്നു, ഈ താഴ്ചയിൽ നിന്നും രക്ഷപ്പെട്ട് ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു മനുഷ്യന് വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആഘോഷിക്കാൻ മാധ്യമത്തിനും സന്തോഷമാണ്, അതോടൊപ്പം തന്നെ മലയാളിയുടെ മനസ്സിന് സന്തോഷമാണ്. കേസായി, വഴക്കായി, പോലീസായി, കൊട്ടേഷനായി, ആകെ മൊത്തം ചളിപിളിയായിട്ട് നിൽക്കുന്ന സമയമാണ്. അതിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ടെന്നൊരു വിമർശനമുണ്ട്. അതിൽ ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മാധ്യമങ്ങൾ തന്നെയാണ് താരങ്ങളെ വളർത്തുന്നത്, അവരുടെ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പ്രേക്ഷകരിലേക്ക് അടിച്ചു കൊടുക്കുന്നു. മറ്റൊന്ന്, പ്രേക്ഷകർക്ക് കുഴപ്പമുണ്ട്, മലയാളിക്കൊരു കുഴപ്പമുണ്ട്, മലയാളി എല്ലാം ഇങ്ങനെ ആക്കി വരുന്നു, അതിനകത്തും മാധ്യമങ്ങൾക്കൊരു പങ്കുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് കുഴപ്പമില്ലേ? മാധ്യമം ഒരു ബിസിനസ്സാണ്, സിനിമ എന്നുള്ളത് ഒരു ബിസിനസ്സാണ്, ലോകവ്യാപകമായുള്ളതാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലാ മേഖലകളിലുള്ള എല്ലാ മാധ്യമങ്ങളും, എല്ലാ ഭാഷയിലുള്ള സിനിമകൾക്കും സിനിമാക്കാർക്കും അതാത് രാജ്യത്തെ മാധ്യമങ്ങൾ വലിയ വിലയുണ്ട്. വലിയ തോതിൽ അവർ ആരാധിക്കപ്പെടുന്നുണ്ട്, അവരെക്കുറിച്ചുള്ള വാർത്തകൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അത് തർക്കമില്ലാത്ത കാര്യം. ഇപ്പോൾ ഹോളിവുഡിലായാലും ബോളിവുഡിലായാലും തമിഴ്നാട്ടിലായാലും തെലുങ്കിലും എല്ലാം മാധ്യമങ്ങൾ എപ്പോഴും ഒരു ആൾക്കാർ വളരെ അവരുടെ വേറൊരു തരത്തിലൊരു പ്രതിഫലനമാണ് സിനിമാ താരങ്ങളിലൂടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിനിമാ താരങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ, എല്ലാ തരത്തിലുള്ള വാർത്തകൾ ചർച്ചയാവുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇത്. അപ്പം സിനിമയ്ക്കകത്ത് ഒരാൾ ഒരു കേസിൽ പ്രതിയാകുമ്പോഴത്തേക്ക് അവരെക്കുറിച്ച് ചർച്ച ചെയ്തുകൂടാ, അവർ വിശുദ്ധ പശുക്കളാണ്, അവരെക്കുറിച്ചൊന്നും പറഞ്ഞുകൂടാ എന്ന് പറയുന്നതിനകത്ത് എന്താ ന്യായം? 150 കോടി ജനങ്ങളെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്ത മോദിയെ നമ്മളെല്ലാവരും മോദിയുടെ വിമർശിക്കുന്നില്ലേ? മോദിയെ വിമർശിക്കുന്നതിന് എന്താ കുഴപ്പം? മോദിയെ വിമർശിക്കാമെങ്കിൽ ദിലീപിനെ വിമർശിക്കാം, മമ്മൂട്ടിയെ വിമർശിക്കാം, അതിനകത്ത് എന്താ തെറ്റ്? ഇവരാരും ജനങ്ങളുടെ മുന്നിൽ ഇവർക്കെല്ലാവർക്കും തുല്യ അവകാശമല്ല ഉള്ളൂ. അപ്പോൾ ഒരാളെക്കുറിച്ചൊരു വാർത്ത വരുന്നു, അത് ചർച്ച ചെയ്യപ്പെടുന്നു. അത് പറയുമ്പോൾ മാത്രം എന്താണ് നമ്മൾ ഇതിനകത്ത് അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കും, അന്നേരം അവർ കുറ്റാരോപിതരാണ്, നിഷ്കളങ്കരാണെന്ന് പറയുന്നു. ഇതേ കേസ് നമ്മൾ വേറെ ഒരു സാങ്കേതിക അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റ്സേക്കിന് ചോദിക്കുക. ഇപ്പോൾ ദിലീപിനെ പിടിച്ചിരിക്കുന്ന കേസിൽ തൊട്ടപ്പുറത്തേക്കുന്ന ആരാണ്? പൾസർ സുനിയെ ഇതുവരെ ഒരു കേസിൽ ശിക്ഷിച്ചിട്ടില്ല, എല്ലാം കുറ്റാരോപിതൻ മാത്രമേ ഉള്ളൂ. പൾസർ സുനിക്ക് മനുഷ്യാവകാശങ്ങളും പൾസർ സുനിക്ക് മാനവും അഭിമാനവും അമ്മയും അച്ഛനും ഒന്നുമില്ലേ? ആരും എന്താണ് പൾസർ സുനിയുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് എന്താ പറയാത്തത്?